ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് ജുവല്ലറി ഹാങ്ങിങ് ബോക്സ് ഉണ്ടാക്കാം. എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ്, റൗണ്ട് ഷേപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ച് വരച്ചിട്ട് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെള്ളമൊക്കെ തൊട്ടൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചേക്കണം. എന്നിട്ട് നമുക്കിപ്പോൾ അതിനെ എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് നമ്മുടെ ക്ലേ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലേ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും റൗണ്ട് ഷേപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പം അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഇങ്ങനെ വെട്ടിയെടുത്ത് പയ്യെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം അതിനകത്ത് സെറ്റായിട്ടിരുന്നോളും. പിന്നെ വെള്ളമൊക്കെ വെച്ചൊന്ന് മിനുസപ്പെട്ട് എടുക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ഞാൻ അടിയിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണ്ടേ. അത് പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതത്ര ഒരു രസമായിട്ട് തോന്നിയില്ല, ബോറായിട്ട് തോന്നി. പിന്നെ അത് വെച്ചല്ലെന്ന് ഓർത്ത് ഞാനത് മാറ്റാനൊന്നും പോയില്ല. പിന്നെ നമ്മൾ നമ്മുടെ അടപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അടപ്പുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ച റൗണ്ടിൻ്റെ കുറച്ചുകൂടി വലിപ്പത്തിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഹാങ്ങൊക്കെ ചെയ്തിടാൻ വേണ്ടി ഈ മോതിരം അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള കമ്മലൊക്കെ പയ്യൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഇതുപോലെ ഒരു കള്ളിമുൾച്ചെടിയുടെ രൂപമൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ആ രൂപമായോ എന്ന് എനിക്കറിയില്ല. ഈ 2 പീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ഈർക്കിൽ എന്തെങ്കിലും ചെറിയ ഒരു കോല് വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ ശരിക്കും നമുക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ ചെറിയ പൊട്ടലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് അത് താഴത്തേക്ക് പോരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പയ്യെ ഒന്ന് എന്നിട്ട് പിന്നെ ആ ക്ലേയിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ തന്നെ ശരിക്കും ഇരുന്നോളും. പിന്നെ ഇത് ആ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് പിടിപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും രണ്ടും ഒന്ന് ശരിക്കും അത്യാവശ്യം ഒന്ന് ഉണങ്ങണം. നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും അതൊന്ന് ചളങ്ങി പൊളങ്ങി പോവാതെ ഇരിക്കാൻ വേണ്ടി. ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് എനിക്ക് തന്നേക്കും ഉമ്മി, പ്ലീസ് ഉമ്മി പ്ലീസ് ഉമ്മി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പെയിൻ്റ് അടിക്കാൻ 2-3 ദിവസം എടുത്തു. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കത് അപ്പം തന്നെ കിട്ടണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചിക്കേണ്ട, അത് കുഴപ്പമില്ല എനിക്ക് തന്നേരേന്ന് പറഞ്ഞു. പിന്നെ അവൾ അത്രയ്ക്ക് നിർബന്ധം വിളിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും അടിച്ചില്ല. പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഓക്കെ ആക്കിയതാണ്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ.